നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ ക്വാർട്ടർ ഫൈനലിൽ സാൻഡോസ് നൊവറിസെൻറ്റീനോ എന്ന രണ്ടാം ഡിവിഷൻ ക്ലബിനോട് പൊട്ടി പുറത്തായല്ലോ. ആ കളിയിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കളിയുടെ റിസൾട്ട് എന്തായാലും വീട്ടിൽ നെയ്മറുടെ പ്രകടനം മെച്ചപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരുണ്ട്. നെയ്മർ 90 മിനിറ്റ് കളിച്ചത് തന്നെ വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ നെയ്മറുടെ ഈ കളിയിലെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. ബ്രസീലിയൻ മാധ്യമങ്ങളുടെ വിലയിരുത്തലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം നെയ്മറുടെ കണക്കുകളൊന്ന് നോക്കാം. നെയ്മർ ഈ മത്സരത്തിൽ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 3 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 59 പാസുകളിൽ 43 ആക്യുറേറ്റ് ആയത്. അതായത് പാസിംഗ് ആക്യുറസി 73%. 7 ഡ്യുവൽസ് വിൻ ചെയ്തു. 11 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ 3 മാത്രമാണ് സക്സസ്ഫുൾ ആയത്. 4 ഫൗൾസ് അദ്ദേഹം സഫർ ചെയ്തു. Sofascore.com അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് 6.6 ആയിരുന്നു. ഇതിൽ തന്നെ വ്യക്തമാണ് 90 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിച്ചിട്ട് നെയ്മർ ജൂനിയർ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിയാണ്, ചില അവസരങ്ങൾ അദ്ദേഹത്തിന് പാസ് കൊടുത്ത ഗോളാകുമായിരുന്നതും കോർണറിൽ നിന്ന് അദ്ദേഹം ഗോളടിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഒക്കെ ആയിട്ടുണ്ട്. എന്നാൽ പോലും ആ പഴയ നെയ്മറുടെ നിഴലാണ് ഇന്ന് കളിക്കളത്തിലുണ്ടായത് എന്ന് പോലും തോന്നിപ്പോകും. നെയ്മറുടെ മിസ്റ്റേക്കിൽ നിന്നാണ് നൊവറിസെൻറ്റീനോ അവരുടെ ഈക്വലൈസർ ഗോൾ കണ്ടെത്തിയത്. അവസാനത്തെ ഗോളല്ല, ആ സമനില പിടിച്ച ഗോൾ അവർ കണ്ടെത്തുന്നത് നെയ്മറുടെ മിസ്റ്റേക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ കളിയുടെ അവസാന ഘട്ടത്തിൽ മത്സരം അവസാനിച്ചതിന് ശേഷം എതിരാളികൾ അദ്ദേഹത്തോട്, എതിർ ടീമിൻ്റെ ആരാധകർ ബൈ ബൈ വിളിച്ച് വളരെ ഡിജക്റ്റഡായിട്ട് നടന്നു പോകുന്ന നെയ്മറെ ടോണ്ട് ചെയ്യുന്ന കാഴ്ച വളരെ വേദനാജനകമായിരുന്നു. 90 മിനിറ്റ് കളിച്ച നെയ്മർക്ക് തീർച്ചയായിട്ടും ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൂവ് ഉണ്ടാക്കാൻ പറ്റിയില്ല. പലപ്പോഴും അദ്ദേഹം ഫിസിക്കലി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഗെയിം റീതം ഇല്ല എന്നുള്ളത് കൃത്യമായിരുന്നു. ഒരുപക്ഷെ നെയ്മറുടെ കരിയറിലെ ഏറ്റവും ലോവർ പോയിന്റിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. ചില ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ ചോദിക്കുന്നത് കേട്ടു, എന്തിനാണ് നെയ്മർ ഇത്രയധികം ഡ്രോപ്പ് ബാക്ക് ചെയ്യുന്നത്? ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ, ഡിഫെൻഡ് ചെയ്യാൻ, സഹായിക്കാൻ എന്നൊക്കെയാണ് വെപ്പെങ്കിലും അത് അൾട്ടിമേറ്റ്ലി ഓപ്പോസിറ്റ് ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന് പോലും നിരീക്ഷകർ പറയുന്നുണ്ട്. ഏതായാലും കളിക്കളത്തിൽ നെയ്മറുടെ പ്രകടനം ആവറേജ് ആയിരുന്നു, അല്ലെങ്കിൽ ആവറേജിനും താഴെയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം സമ്മതിക്കുക. അതൊന്നും ഇപ്പോൾ അത്ര വലിയ കാര്യമല്ല. കാരണം 90 മിനിറ്റ് അദ്ദേഹം കളിച്ചല്ലോ. മാത്രമല്ല അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി മടങ്ങി വന്നിട്ട് ഗെയിം റിതം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ടുകൾ പറയുന്നത് വേൾഡ് കപ്പിനെ കുറിച്ച് നെയ്മർ ചിന്തിക്കേണ്ടതില്ല, അത് അദ്ദേഹത്തിന് കൈവിട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നല്ല രൂപത്തിൽ തൻ്റെ മടങ്ങി വരവിനുമായിട്ട് സമയവും മറ്റുമൊക്കെ ചെലവഴിക്കുക. പിന്നീട് അദ്ദേഹത്തിന് ഒരു പക്ഷേ വേൾഡ് കപ്പൊക്കെ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് മികവിലേക്ക് എത്താൻ പറ്റും, പഴയ നെയ്മറാകാൻ കഴിഞ്ഞേക്കും. അതിന് പക്ഷേ സമയം വേണം. ആവശ്യമില്ലാതെ ഇങ്ങനെ റഷ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഹൈ ലെവൽ സ്റ്റാൻഡേർഡിലായിരിക്കും വേൾഡ് കപ്പ് ഉണ്ടാവുക. അതിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡിലല്ല ഇപ്പോൾ നെയ്മർ എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. സംഗതി എന്തായാലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും പഴയ നെയ്മറുടെ മാന്ത്രികതയിൽ അഭിരമിച്ച് നിൽക്കുന്ന ആരാധകർക്ക് അദ്ദേഹം 90 മിനിറ്റ് കളിച്ചതിൻ്റെ വലിയ കാര്യം, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ താനെ വന്നോളും, വേൾഡ് കപ്പ് ടീമിലേക്ക് അങ്ങ് എടുത്താൽ മതി എന്നുള്ളതാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കോച്ച് കാർലോ ആഞ്ചലോട്ടിയാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടറിയണം. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താവുക കൂടി ചെയ്തതോടുകൂടി വേൾഡ് കപ്പിന് മുമ്പ് മാക്സിമം കിട്ടുക 15 കളികളായിരിക്കും. അതുകൊണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി അതിനു മുമ്പ് മാർച്ച് മാസത്തിലെ കോളപ്പിൽ എന്ത് ചെയ്യും ആഞ്ചലോട്ടി എന്നുള്ളതും കണ്ടറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.